ഇപ്പം നമുക്കറിയാമല്ലോ, അവിടെ ഒരു പ്രിൻസിപ്പലിനെ നേരിട്ട് അടിച്ച് കൈകാര്യം ചെയ്ത ഇത്ര എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ജനിച്ച് കോളേജ് എത്തുവോളം വളർന്ന കുട്ടികൾ എങ്ങനെയാണ് ഇത്ര മോശം സംസ്കാരത്തിൻ്റെ ഉടമകളാകുന്നത് എന്ന് 2 മക്കളെ പ്രസവിച്ച ഞാൻ അന്തം വിട്ടു പോവുകയാണ്. ഒരിക്കലും മര്യാദയ്ക്ക് മക്കളെ മാതാപിതാക്കൾ വളർത്തുന്നുവെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം നടക്കുന്നുവെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാമ്പസിൽ പോയാലും മക്കൾ ഇതുപോലെ ആവുകയില്ലെന്ന് എൻ്റെ മക്കളെ സാക്ഷ്യം നിർത്തി തന്നെ ഞാൻ തുറന്നു പറയുകയാണ് ഈ ലോകത്തോട്. അപ്പം എന്താണ് വേണ്ടത്? നാം മാതൃകയാകണം നമ്മുടെ മക്കൾക്ക്. നല്ല കാര്യങ്ങളെ അവരെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കണ്ടാണ് നമ്മുടെ മക്കളും വളരുക. അവരെ ഏത് തരം ക്യാമ്പസിൽ ചെന്ന് പെട്ടാലും അങ്ങനെ മോശമായി പോയില്ല എന്ന് തന്നെയാണ് എൻ്റെ മക്കളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, അല്ലാത്ത പല മക്കളും ഈ ക്യാമ്പസുകളിൽ എത്തുന്നുണ്ടാകാം. അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ എത്തിയിട്ട് എത്ര ക്യാപ്സ്യൂൾസ് കൊടുത്താലും നല്ല സ്വഭാവ രൂപീകരണം നടത്തിയവരെ ഇതുപോലെ മാറ്റി മറയ്ക്കാൻ പറ്റുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ പാർട്ടി പ്രതിസ്ഥാനത്താണ്. അതുപോലെ തന്നെയാണ് ഈ കുട്ടികളുടെയൊക്കെ ഇത്തരം തെറ്റായ നടപടികൾ എടുക്കുന്ന കുട്ടികളുടെയൊക്കെ മാതാപിതാക്കളും. അവർ വേണ്ടത്ര ശിക്ഷണത്തിൽ മക്കളെ വളർത്താത്തതുകൊണ്ട്, ശിക്ഷണം എന്ന് പറയുമ്പോൾ അടിച്ച് ഒക്കെ വളർത്തുക എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മക്കൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക, മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക, മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവം എങ്ങനെയാണോ ആ സ്വഭാവം തന്നെ മക്കൾക്കും വന്നു ചേരും സാധാരണ രീതിയിൽ. അപ്പം അങ്ങനെ ആ ഒരു നല്ല മാതൃകകൾ കേരളത്തിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടാകാം ഇത്ര അക്രമാസക്തമായ ഒരു ക്യാമ്പസ് രാഷ്ട്രീയം ഇവിടെ ഉണ്ടാകുന്നത്. ഇടിമുറിയിൽ നിന്ന് തന്നെ എൻ്റെ ഒരു വിദ്യാർത്ഥി, MA വിദ്യാർത്ഥിയെ ഞാൻ രക്ഷിച്ച കഥ ഞാൻ ഇതിനു മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അതായത് ഞാൻ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഓർക്കണം, എൻ്റെ ക്ലാസ് മുറിയിൽ അന്ന് 25 കുട്ടികളാണ് MAക്ക് ഉണ്ടായിരുന്നത്. ആ 25-ൽ ഈ ഇടിമുറിയിൽ അന്വേഷിച്ച് വന്ന കുട്ടി അന്ന് ആബ്സെൻ്റ് ആയിരുന്നു. അതും കഴിഞ്ഞിട്ട് അവന് പകരം അവൻ്റെ സുഹൃത്തിനെയാണ് പിടിച്ചുകൊണ്ട് പോയത്. ആ സുഹൃത്തും കഴിഞ്ഞ് പിന്നെ 23 കുട്ടികൾ. ആ 23 കുട്ടികളും ഞാനും ഒറ്റ അടിക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവനെ കാണുന്നില്ല. അതുകൊണ്ട് അവനെ അന്വേഷിച്ച് ഈ യൂണിയൻ റൂമിലേക്ക് ഞാൻ ചെല്ലുകയായിരുന്നു. എന്നോടൊപ്പം ബാക്കി 23 കുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ചെന്നതുകൊണ്ടാണ് അവന് മാരകമായി പരിക്കേക്കാതെ അവനെ അവിടെ നിന്ന് അവർ വിട്ടത്. അങ്ങനെ ഞാൻ ചെന്ന് അവനെ വന്നില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ അവസ്ഥയും സിദ്ധാർത്ഥൻ്റെ അവസ്ഥ പോലെയോ ഒക്കെ ആകുമായിരുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലേക്കൊന്ന് നോക്കിയാലോ. ആ ബജറ്റിലൊക്കെ നമ്മുടെ ക്യാമ്പസുകളെ എന്താണ് പറയുക, ആഗോള തലത്തിൽ സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് കുറേ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്നെന്ന് വിചാരിച്ച് നമുക്ക് വലിയ സാമ്പത്തിക ലാഭമോ ഒന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നോ, കാനഡയിൽ നിന്നോ, ഓസ്ട്രേലിയയിൽ നിന്നോ, അമേരിക്കയിൽ നിന്നൊക്കെ കുട്ടികൾ പഠിക്കാൻ വരികയാണെങ്കിൽ അത് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കും ഇവിടെ. അതായത് നമ്മൾ ആലോചിക്കണം, ഇപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് 90,000 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മാത്രമുള്ള കണക്ക് ഞാൻ നോക്കിയില്ല, നോൺ പെർഫോമിംഗ് അസറ്റ്സ് കിട്ടാക്കടമായി മാറിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വായ്പ എടുത്ത് വിദേശത്ത് പഠിക്കാൻ പോയവർ തിരിച്ചടയ്ക്കാത്ത വായ്പയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ 90,000 കോടി രൂപ. റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആർക്കും പോയി നോക്കിയാൽ കിട്ടും. അപ്പം അത്രയും രൂപ കിട്ടാക്കടമാണെന്ന് ഓർക്കണം. അതോടൊപ്പം തന്നെ എന്തുമാത്രം പണം ചെലവഴിച്ചാൽ ഒരുപാട് പണം ഇവിടെ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കപ്പെടുന്നുണ്ട്. സത്യസന്ധരല്ലാത്തവരാണല്ലോ ഇത് കിട്ടാക്കടമാക്കി മാറ്റുന്നത്. വിദേശത്ത് പോയി ജോലി ചെയ്തിട്ടും പണം സമ്പാദിച്ചിട്ടും പഠിക്കാൻ വായ്പയെടുത്ത് കൊണ്ടുപോയ പണം തിരിച്ചടയ്ക്കാത്തവർ, അവർ അവരുടെ സ്വഭാവ ദൂഷ്യമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം അത്തരക്കാരുണ്ട്. അതേ സമയത്ത് അല്ലാതെ പഠനത്തിന് പണം കൊണ്ടുപോയി ആ പണം ഉപയോഗിച്ച്, അപ്പോൾ അത് ഇവിടെ നിന്നുള്ളൊരു ഫിസിക്കൽ ഡ്രെയിനാണ്, ഫിനാൻഷ്യൽ ഡ്രെയിൻ എന്നല്ല പറയേണ്ട, ഫിനാൻഷ്യൽ ഡ്രെയിനാണ്. ഇവിടുന്ന് ബ്രെയിൻ മാത്രമല്ല ഇതര രാജ്യങ്ങളിലേക്ക് ഒഴുകി പോകുന്നത്, നമ്മുടെ ഫിനാൻസും കൂടി മറ്റ് രാജ്യങ്ങളിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്യാമ്പസുകൾ വഷളായിരിക്കുന്നു.
അതുകൊണ്ടാണ് ഇത്രയധികം, അതായത് ഈ കേരളം ഇനി ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്നു വരാൻ ബുദ്ധിമുട്ടാണ്. ഈ CPM ഭരണം ഇങ്ങനെ ഈ LDF ഭരണം ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ കേരളം ഇനി ഒരിക്കലും ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു സംസ്ഥാനമായി മാറില്ല. അവർക്കതിന് എക്സാമ്പിളായിട്ട് വെസ്റ്റ് ബംഗാളുണ്ട്. വെസ്റ്റ് ബംഗാൾ 35 വർഷം തുടർച്ചയായിട്ട് CPM ഭരിച്ചാണ് ഇതുപോലെ നശിപ്പിച്ചിരിക്കുന്നത്. മമതാ ബാനർജി ഇപ്പോൾ 14 വർഷമായിട്ട് കഷ്ടപ്പെടുകയാണ്. എന്നിട്ടും കേരളത്തേക്കാൾ കൂടുതൽ കടമാണ് ഇപ്പോഴും വെസ്റ്റ് ബംഗാളിന്. കാരണം അന്ന് CPM ആക്കിയിട്ടിരുന്ന ദുരവസ്ഥയിൽ നിന്ന്, ആ കടക്കണിയിൽ നിന്ന് വെസ്റ്റ് ബംഗാളിനെ പൊക്കിയെടുക്കാൻ ഇതുവരെ മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടില്ല. അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരു അവസ്ഥയിലേക്കായി ഇപ്പോൾ വീണ്ടും കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബോധമുള്ള കുട്ടികൾ, ബുദ്ധിയുള്ള കുട്ടികൾ, അവർക്കറിയാം, അവരുടെ മാതാപിതാക്കൾക്കറിയാം ഇവിടെ തൊഴിലവസരങ്ങളോ ഇവിടെ വ്യാവസായിക അന്തരീക്ഷമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ എങ്ങനെയെങ്കിലും പോയി പഠിച്ച് രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാവരും ഒന്നും അവിടെ ഏറ്റവും നല്ല തൊഴിലവസരങ്ങൾ നോക്കി പോകുന്നവരല്ല. ഒരുപാട് പേരും കെയർ ഇക്കോണമിയിലേക്കാണ് പോകുന്നത്. എന്താണ് ഈ കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ? കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ 60+ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ. അപ്പോൾ അവിടെ ഈ 60 കഴിഞ്ഞവരെ നോക്കാനായിട്ട് അവിടെ ഉള്ള മക്കൾ ഉയർന്ന ശമ്പളം കൊടുത്ത് വീട്ടിലെ നഴ്സിംഗ് ജോലി, അതായത് മാതാപിതാക്കളെ നോക്കുക എന്നുള്ള ജോലി, അതാണ് കെയർ ഇക്കോണമി കൊണ്ട് അധികം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം കെയറിങ് ജോലിക്ക് വേണ്ടിയാണ് ഈ പോകുന്ന ഒരുപാട് പേരും എത്തിപ്പെടുന്നത്. ഇവിടെ സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ ആരുമില്ലാതെ അനാഥരാക്കി ഇട്ടിട്ടാണ് ഇതിലധികം പേരും അവിടെ പോയി കുടിയേറി പാർക്കുന്നതും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ കേരളത്തെ ശരിക്കും ഒരു ദുരവസ്ഥയിലേക്കാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയം തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ, അതായത് കേരള ഇക്കോണമി ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ കാപട്യത്തിൽ നിന്നും മൃഗീയതയിൽ നിന്നും രക്ഷപ്പെട്ട് ഇവിടെ ആർക്കും പഠിക്കാനും എഴുതാനും, അതായത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാമ്പസ് ആയിട്ട് കേരള ക്യാമ്പസുകൾ മാറിയില്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ വിവിധ യൂണിവേഴ്സിറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് ഒഴുകും. ഇവിടെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായിട്ട് മാറും. അങ്ങനെ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ഉന്നമനം പ്രാപിക്കും. ഇവിടെ വ്യാവസായിക അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരും എന്നൊക്കെയുള്ള കഥകൾ കെട്ടുകഥകളായിട്ട് തന്നെ കിടക്കുകയുള്ളൂ. ഈ അന്തരീക്ഷം മാറി നല്ല സ്വച്ഛമായ ക്യാമ്പസുകൾ കേരളത്തിൻ്റെ മുഖമുദ്രയായി തീരുന്നോളം വരെ.